ഇന്ത്യയുടെ സൈനികരെയും എല്ലാ കാലത്തും അപമാനിക്കുക എന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം പരിപാടിയാണ്. ഈ ഇടക്കാലത്തും അദ്ദേഹം ഈ ഇന്ത്യൻ സൈനികരെ അപമാനിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ചിലർ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലക്നൗ കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. ഒരു രക്ഷപ്പെടലാണോ? ജാമ്യം നൽകിയിട്ടേ ഉള്ളൂ, കേസ് തീർന്നിട്ടില്ല. കേസ് 13-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കേസ് തുടരും. കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടില്ല. ജാമ്യം എടുത്തുകൊണ്ട് സൂത്രത്തിലങ്ങ് പോയത്. ആ കുടുംബത്തിലെ എല്ലാവരും ജാമ്യത്തിലാണ്. പല കേസുകളിൽ പല ജാമ്യങ്ങളുമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണത്. അതുപോലത്തെ അഴിമതി കേസുകളാണ് കൂടുതലും. ഇത് പിന്നെ അപകീർത്തി കേസ്. ഈ കേസുകൾ കൊണ്ട് കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം വർത്തമാനം പറയാൻ അറിയില്ല. നാവ് തുറന്നാൽ വിഡ്ഢിത്തങ്ങളെ പറയത്തുള്ളൂ. പറയേണ്ടതും പറയാത്തതും എന്തെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വളർത്തു ദോഷത്തിൻ്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം പറയുമ്പോഴും പാകിസ്ഥാനും ചൈനയ്ക്ക് അനുകൂലമായാണല്ലോ പലതവണ ആവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ അറിയാലോ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എന്താണോ പറയുന്നത് അതിന് സമാനമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തോന്നുക അദ്ദേഹം പാകിസ്ഥാൻ്റെ ഒരു ചാരൻ ആണെന്നാണ്. പക്ഷേ നെഹ്റു കുടുംബത്തിൽ നിന്ന് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി നിർത്തിയിരിക്കുകയാണ് നമ്മളത്. കാരണം അദ്ദേഹം പറയുന്നത് മുഴുവൻ ഇന്ത്യക്കെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ചൈനീസ് പട്ടാളക്കാരെ ആക്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യ തിരിച്ചു കൊടുത്തു എന്നുള്ള ആ ഒരു വശം അദ്ദേഹം കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഭീകരനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ ആർദ്രത കണ്ടപ്പോൾ എനിക്കങ്ങ് പെട്ടെന്ന് സ്നേഹം നോക്കി എന്നാണ് പറയുന്നത്. അവരുടെ സ്നേഹവും പ്രേമവും ഒക്കെ മുംബൈയിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ, ട്രെയിനുകളിൽ, വഴിയോരങ്ങളിൽ, തിക്കും തിരക്കുമുള്ള ആൾക്കൂട്ടങ്ങൾക്കിടയിൽ, മാർക്കറ്റുകളിലൊക്കെ കണ്ടതാണ്. ഇത് കണ്ടിട്ടും അദ്ദേഹത്തിന് അവരുടെ കണ്ണിൽ ആർദ്രത കാണാൻ കഴിയുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഗുരുതരമായിട്ടുള്ള കണ്ണുരോഗമുണ്ട്, അല്ലെങ്കിൽ മാനസിക രോഗമുണ്ട് എന്ന് തന്നെ അർത്ഥം. അതുപോലെ തന്നെ സവാർക്കറെക്കുറിച്ച് അദ്ദേഹം പലവട്ടം പറഞ്ഞു, പല കേസുകളായി കഴിഞ്ഞു. അപ്പോൾ അവസാനം ഇപ്പോൾ ബോംബെ കോടതിയുടെ ഒരു ആശ്വാസ വിധി വന്നിട്ടുണ്ട്. സവാർക്കറെക്കുറിച്ച് അദ്ദേഹം പഠിക്കണം എന്ന് ഉള്ള ഭാഗമാണ്. അത് തള്ളിക്കളയാൻ എന്താ കാര്യമെന്നറിയാമോ? ഹർജിക്കാരൻ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാൽ ദുരന്തമാകുമെന്ന്. അപ്പോൾ കോടതി ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ, അതാണ് അതിൻ്റെ തമാശ. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആ പരുവം വരെയായി ആ പാർട്ടിയുടെ ഗതി എന്നുള്ളവർ കോടതിക്ക് പോലും നിരീക്ഷിക്കുകയാണ് പരോക്ഷമായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ അദ്ദേഹം പ്രധാനമന്ത്രിയാവുമെന്ന്? കാരണം ആർക്കും ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി എന്നെങ്കിലും പ്രധാനമന്ത്രിയാവുമെന്ന്. ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യം. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഇദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കും. കാരണം പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടല്ലോ. ഇനി പറയും ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രിയങ്കയാണെന്ന് പറയും. അതാണെങ്കിൽ കുറച്ചൊക്കെ രക്ഷപ്പെട്ടേനെ, കോൺഗ്രസ് വീണ്ടും നിലനിന്നേനെ ജീവനോട്. കാരണം അദ്ദേഹത്തിന് എത്ര അവസരം കൊടുത്തിരിക്കുന്നു, 2014, 19, 24, ഇനി എത്ര നാളും കൂടെ അവസരം കൊടുക്കാൻ കഴിയും? എത്ര നാൾ ഇത്രയൊക്കെ കോൺഗ്രസിനെ തോൽപ്പിച്ച ഒരാളിനെ വെച്ച് പൊറുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോട്ടറിയുടെ ഒരു ആവശ്യമാണ്. തോറ്റു കിടക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ മുമ്പിൽ നെഹ്റു കുടുംബത്തിൽ ആളാവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പടപ്പുറപ്പുറമായിട്ട് ഇറങ്ങിയിട്ട് കുറേ പേരുണ്ട്. നമ്മുടെ KC വേണുഗോപാലിയേട്ടനും ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ കുറേ പേരുടെ നിലനിൽപ്പിൻ്റെ, അതുപോലെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഭാഗമാവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ KC വേണുഗോപാലിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടോട്ടിങ്ങ് പോരും. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്നിട്ട് അവിടുത്തെ ചരടി വലി കൊണ്ട് മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കും. പാർട്ടി ജയിച്ചു കഴിഞ്ഞാലേ ഉള്ളത്, ജയിക്കണമല്ലോ. അതിപ്പോൾ തമ്മിൽ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അതിനിടയ്ക്ക് പടലപ്പിണക്കം, അതുപോലെ മൂത്ത കോൺഗ്രസ് അവരെ കുറ്റപ്പെടുത്തുന്നു. PJ കുര്യൻ അവിടെ യൂത്ത് കോൺഗ്രസ് കണ്ടോ SFIക്കാരെ കണ്ടുപഠിക്കുന്നു പറയുന്നു. അവർ ഈ സർവകലാശാലയ്ക്ക് മുമ്പിൽ നടത്തുന്ന തിരുവനന്തപുരത്തെ ജനങ്ങളെ മുഴുവൻ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ LDF വോട്ട് ചെയ്യുമ്പോൾ എന്തോ അവരുടെ സമരം കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ വോട്ട് LDF ഇരിക്കട്ടെ എന്ന് പറയും. വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഇപ്പം കിളവന്മാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞൊരു സിനിമ വേണ്ടി വരുന്ന അവസരം. കാരണം വയസ്സായി വരുന്നൊരു ഈ അധികാരക്കൊതി അങ്ങ് മൂത്തു വരുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അദ്ദേഹത്തിന് എന്ത് പറയണമെന്നും അറിയില്ല. പരസ്യമായിട്ടൊരു സദസ്സിൽ വെച്ച് പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണ്. അവർ കണ്ടോ, അവർക്ക് TV വന്നിരിക്കുകയുള്ളൂ എന്ന്. പിന്നെ ഈ മനുഷ്യൻ എന്ത് കാര്യമാണ് ചെയ്യുന്നത്? ഈ മനുഷ്യൻ എന്ത് കാര്യം ചെയ്യും? പറയുന്ന കാര്യത്തിന് അവർ തിരിച്ചടിയും കൊടുത്തിട്ടുണ്ട്. അതേ പിന്നെ ഇന്നോവ കാറിൽ ഗ്ലാസ് വെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ സമരമൊന്നും കാണാൻ പറ്റില്ല എന്ന്. അല്ല, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് TV വന്നിട്ടുള്ളത് മറ്റൊരു വാർത്തയാണ്, അറിയാമല്ലോ. അതെന്താണ്? വിവാദമായ ഒരു കേസുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ. സൂര്യനെല്ലി കേസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു. ഒരുപാട് പേരും അങ്ങനെ രക്ഷപ്പെട്ടു ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ കോൺഗ്രസിന് അപമാനത്തിൻ്റെ ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ്. അതിനപ്പുറം എന്ത് നേട്ടമാണ് PJ കുര്യൻ ചെയ്തിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസ് ആയിരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത സേവനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, AK ആൻ്റണി, വയലാർ രവി ഇവരൊക്കെ കൂടി ഒരു യൂത്ത് ബ്രിഗേഡ്
ആയിട്ട് KSUവിലും അതുപോലെ പിൽക്കാലത്ത് യൂത്ത് കോൺഗ്രസ്സിലും അവർ വലിയൊരു ശക്തിയായിരുന്നുകൊണ്ട് ശക്തമായ സമരപഥങ്ങളിൽ കൂടി നീങ്ങിയിട്ടുണ്ട്. അതുപോലെ ട്രേഡ് യൂണിയൻ രംഗത്ത് വലിയ സംഭാവനകൾ കരുണാകരൻ നേടിയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഏതാണ്ട് ഇടത്തോളം നട്ടലോടുകൂടി. PJ കുര്യൻ എന്ത് സംഭാവനയാണ് ചെയ്തിരുന്നത്? പത്തനംതിട്ടയിൽ ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ട് നേടിക്കൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയിൽ കോൺഗ്രസിൻ്റെ ഒരു ജനസമ്മതി, കേരള കോൺഗ്രസ് ചെയ്യുന്ന പോലെ ഒരു ജനസമ്മതി എന്നുള്ളതിനപ്പുറത്തേക്കാൾ എന്താ ചെയ്തിട്ടുള്ളത്? യൂത്ത് കോൺഗ്രസ്സുകാർ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ പല ബ്രിഗേഡുകളല്ലേ. നോക്കൂ, ഇപ്പം അവിടെ നടന്ന നേതൃയോഗത്തിൽ സുധാകരൻ്റെ പടം വെച്ചില്ലേ? സുധാകരൻ്റെ പടം വെച്ചതേ ഇല്ല. അദ്ദേഹം അസുഖമായതുകൊണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കുകയല്ലേ, ഒരു പടം വെച്ചുകൂടെ അവർക്ക്? അസുഖമായതുകൊണ്ട് വരുന്നില്ലെന്ന് പടം വെച്ചിട്ടില്ല. പടം വയ്ക്കാത്തതിന് സണ്ണി ജോസഫിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം കൂടി, യൂത്ത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം അവിടെ കൊണ്ടുവന്ന് പോസ്റ്ററും വെച്ച് സുധാകരൻ സിന്ദാബാദ് സണ്ണി ജോസഫിൻ്റെ മുമ്പിൽ മുദ്രാവാക്യം വിളിച്ചു. സണ്ണി ജോസഫിൻ്റെ മുമ്പിൽ വെച്ച് മുദ്രാവാക്യം വിളിക്കും. എന്തൊരു കഷ്ടമാണ് കോൺഗ്രസിൻ്റെ ഈ കാര്യം. ഒന്നാമത് അവരൊരു പാർട്ടി പ്രസിഡൻറ്റിനെ മാറ്റാൻ പാടില്ല. KPCC പ്രസിഡൻറ്റിനെ മാറ്റിയ ആൾ പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയാം. പുതുതായിട്ട് വന്ന ആൾ അത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ നടത്തുക. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സുധാകരൻ കോൺഗ്രസിൻ്റെ നേതാവാണ് എന്നാണ് അവർ പറഞ്ഞത്. പറയിപ്പിക്കാനിടയാക്കാമോ ഇതിനെ? വേണ്ടേ? എന്താ സുധാകരൻ്റെ ഒരു പടം വെച്ചെന്ന് വിചാരിച്ച് എന്ത് കുഴപ്പമാണ് ഇവർക്ക് സംഭവിച്ചു പോവുക? അദ്ദേഹം നേതാവായിരുന്നില്ലേ? കോൺഗ്രസിനെ വിജയപൂർവ്വം നയിച്ച നേതാവായിരുന്നില്ലേ? കരുത്തുറ്റ കടുത്ത തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കിയിരുന്ന ആളുമല്ലേ? അതാണ് കോൺഗ്രസിന് ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ഗ്യാപ്പുണ്ട്. അത് വലിയൊരു ഗ്യാപ്പ് തന്നെയാണ്. അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാര്യമാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ മിസ് ലീഡർഷിപ്പാണ്. പരാജയപ്പെട്ട ഒരു നേതൃത്വമാണ്. അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പുതിയ നേതൃത്വത്തെയും പുതിയൊരു ആവേശവും ഉയർത്താൻ കഴിയുള്ള നേതാവ് ആ കുടുംബത്തിൽ തന്നെ ഉള്ളൂ. പ്രിയങ്ക ഗാന്ധി, മറ്റെല്ലാവരും ഓരോരുത്തരായിട്ട് പുറത്തു. ജ്യോതിരാദിത്യ സിന്ധ്യ ആയാലും മറ്റുള്ളവരായാലും സച്ചിൻ പൈലറ്റിനെ അവർ പരിഗണിക്കുന്നതായില്ല. അത് പറ്റിയ ആളാണ് അദ്ദേഹം. ശശി തരൂരിനെ ഏകദേശം ഇപ്പോൾ ആൾമോസ്റ്റ് ഇപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുകയാണ് അദ്ദേഹം. കയ്യാലപ്പുറത്തെ ഇദ്ദേഹത്തിന് സൈനികരോട് എന്താണ് ഇത്ര വിരുവിരിപ്പ്? സൈനികരോടുള്ള നല്ലത്, മോദിയോടുള്ള വിരോധം പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുക. മോദിയുടെ ശക്തി എന്ന് പറയുന്നത്, തൻ്റെ ഇടമെന്ന് പറയുന്നത് ഈ സൈനികരെ കൊണ്ട് അവരിൽ ആവേശം ജനിപ്പിച്ചുകൊണ്ട് നേടിയ വിജയം. അപ്പോൾ അവരെ ഡീമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ രാജ്യം ശക്തമാവുന്നതിനോട് അദ്ദേഹം ശരിക്കു പറഞ്ഞ ഒരു ദേശീയ വിരുദ്ധൻ തന്നെയാണ്. അരാജകത്വത്തിൻ്റെ ആളാണ്. ചൈനീസ് പക്ഷപാതിയാണ്, പാകിസ്ഥാൻ പക്ഷപാതിയുമാണ്. അവിടുത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വരാൻ വേണ്ടിയിട്ടും യൂറോപ്പിൽ പോയിട്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ അപമാനിക്കുന്നത് അദ്ദേഹം അവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്ത വരാൻ വേണ്ടിയിട്ടുമാണ്. ആ രീതിയിലുള്ള ഹീനമായ ശ്രമങ്ങൾ. മറുവശത്തുകൂടി ശശി തരൂർ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുന്ന വർത്തമാനങ്ങൾ നല്ല സുന്ദരമായ ഭാഷയിൽ അനർഗളമായിട്ട് ഒഴിക്കുമ്പോൾ ആ ശശി തരൂരിനോട് ഇദ്ദേഹത്തിന് അസൂയയും തോന്നുകയാണ്. അങ്ങനെ പലതരത്തിൽ ഇദ്ദേഹം ഒരു മാനസികമായിട്ട് വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള യങ് ഇന്ത്യനാണ്. ദി ആംഗ്രി യങ് ഇന്ത്യൻ അല്ല, ദി ഫ്രസ്ട്രേറ്റഡ് ഇന്ത്യൻ. യങ് അല്ല, ഇനിയിപ്പോൾ അത് പറയാനും പറ്റില്ല, വയസ്സനായി കഴിഞ്ഞു.